കെനിയയിലെ മസൈ മാരയിലെ വൈൽഡ് ലൈഫ് സഫാരിക്കിടെ അവിടുത്തെ ട്രൈബൽ വിഭാഗമായ മസൈകളുടെ ഗ്രാമം ഒരു ദിവസം സന്ദർശിക്കാമെന്ന് വിചാരിച്ചു. ആ യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ മസായിയുടെ ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. അവരുടെ ഹട്ടും കാര്യങ്ങളും, അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളും അവരുടെ കുട്ടികളും എല്ലാം കണ്ട് മനസ്സിലാക്കാനും അതേക്കുറിച്ച് അടുത്തറിയാനും വേണ്ടി നമ്മുടെ ഗ്രാമം സന്ദർശിക്കാം. അവരെ സ്വീകരിക്കുന്ന ഒരു പാട്ട്, ഗസ്റ്റിനെ സ്വീകരിക്കുന്ന പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്. അതാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അവർ സ്വന്തമായിട്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഭാഷയാണ് അവർ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് നോക്കാം. Hi kids, how are you? Hi. മൂക്കളെ ഒലിപ്പിച്ച കുട്ടികളാണ്. ഒരു വിധത്തിൽ അവരുടെ ആരോഗ്യം ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കും. ചെടിയിലും വെള്ളത്തിലും കളിക്കുക, ഈച്ചയും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം അവരുടെ മൂക്കിലും കണ്ണിലും എല്ലാം മുന്നിരിക്കുന്നു. ഇങ്ങനെയായിരിക്കും അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ഉള്ള പുതിയ അമേരിക്കൻസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. കുട്ടികളെയൊക്കെ ചെളിയിലും അതുപോലെ തന്നെ മണ്ണിലും കളിക്കാൻ വിടുക, അവരെന്ത് കഴിച്ചാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തടയാതെ അവരുടെ ആരോഗ്യം അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതി, അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. In the village, we are going to see more inside of the village. We are going to see 3 types of dance. After dance, we are going to see how to make fire. After fire, we are going to see the construction of Manyata house. After Manyata, we are going to see the small market where the ladies sell their own beads. Okay? So before that, we have an entry fee that we charge you, which is $20 per person. Yep. And that entry fee is used for pay fee for the kids in the school. Yeah. അങ്ങനെ നമ്മൾ അവരുടെ ഗ്രാമത്തിലെത്തി അവരുടെ വീട്ടിലേക്ക്, അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് അവരൊരു ഇൻട്രോ തന്നു, എന്തൊക്കെയാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ എൻട്രി ഫീസ് ഉണ്ട്, കാരണം അവരുടെ വരുമാനം ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരൊരു എൻട്രി ഫീസ് ചുമത്തുന്നുണ്ട്.
അപ്പോൾ ഞങ്ങൾ 6 പേരാണ് പ്രവേശിക്കുന്നത്. $20 വെച്ച് $120 നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും അവരുടെ ജീവിതം പച്ചപിടിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. യു ആർ നെയിം? I'm dancing. Or Ketikai. Okay. Yeah, I'm Ketikai. I am Majid. Welcome. Okay. Kipila. Okay. These cows are your? Yes, it is our cow. Cows. ഇവരുടെ പശുക്കളാണ് ഇവരുടെ മറ്റൊരു വരുമാന സ്രോതസ്സ്. പശുക്കളെ പരിപാലിക്കുക, അവരുടെ പാല് കറന്ന് എടുക്കുക, അതുപോലെ തന്നെ അതിനെ വിൽക്കുക, അതൊക്കെയാണ് അവിടെ ഒരു മറ്റൊരു വരുമാനം. അങ്ങനെ നമുക്ക് അവർക്കുള്ള ഡോളേഴ്സ് കൊടുക്കുകയാണ്. നമുക്കൊപ്പം ഞങ്ങളുടെ യാത്രയിൽ പങ്കുചേർന്ന പ്രിയ സുഹൃത്താണ് ഇവരുടെ മധ്യത്തിൽ നിൽക്കുന്നത്. അദ്ദേഹമാണ് ഇവരിൽ നിന്നും പല കാര്യങ്ങളും ചോദിച്ചറിയുന്നത്. പക്ഷെ അവർക്കറിയില്ല ഇദ്ദേഹം ആരാണെന്ന്. ഒരുപക്ഷെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇദ്ദേഹത്തെ മനസ്സിലായി കാണില്ല. ഒന്നല്ല 2 തവണ മലയാള സിനിമയിലെ മികച്ച ബാലനടനുള്ള ദേശീയ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങിയ ആളാണ് അദ്ദേഹം. ചില്ലറക്കാരനല്ല. പേര് ഞാൻ പറയുന്നില്ല, അത് പ്രേക്ഷകരായി നിങ്ങൾക്ക് വിടുന്നു. ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞുവെങ്കിൽ, മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താം. The 6th family in the village. So because we the Maasai, we are one tribe, but we live in a different clan. In order to get married to ourselves, that's why we divide into 2. We have the 2 clans inside of the village. So we have the left clan and the right one for us to marry through ourselves, because the high respect cannot allow us to marry from the other tribes. That's why we have the six families in the village. So we do divide into 2. So each gate represent a family. That's why we have the 6 families. Okay. So in the family we have the in charge called the chief, the one who know what is going on around the village. So in every evening we go to the middle meeting in the village, so that they came and see what is going on in the village. Okay. So this is how us we meet. So I think if you have any question before we enter inside, you can ask more questions as more as you want. You are allowed. More pictures allowed. More question allowed. So if you have any question before we enter inside, you can answer. You can ask the question. Once we go inside, no questions? No, we are going to before we go about. You have any question about? When we enter the house, is there any restriction to take picture? Yeah, allowedly. It's allowed. It's allowed. Everything is allowed. Question allowed, pictures allowed, videos allowed. Then we'll start. Yeah. But you said the chief, is it common for all the families or it's Jambo. sopa? Sopa, chambo, jambo. ഓക്കെ. നമ്മളിങ്ങനെയാണ് സ്വീകരിക്കുന്നത്. കൈയടിച്ച് You know, this is the form of communication. We do use this one in a happy occasion. So when each and everyone hears the yeah, this is the form of communication. So when someone blow, each and everyone hears. This is a horn of all. Any animal? This is called kudu. Kudu. Where is the hole to blow?
Yeah. Let me try. Okay. Okay. Let me try. You want to try? Yeah. Sure. Come try. Yeah. പിന്നെ നമ്മുടെ സുഹൃത്ത് ഒന്ന് ഊതി എനിക്ക് ഊതാന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സംഗീതം അറിയില്ലല്ലോ. This is tattoo? Yeah. Massage tattoo. മസാജ് ടാറ്റു. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ മേത്തൊക്കെ കാണുന്ന ടാറ്റു പോലെ ഒരു ടാറ്റു ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇലാൻ എന്ന് പറയുന്ന മൃഗത്തിൻ്റെ ഹോണാണിത്. നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇലാൻ്റെ ഹോൺ വെച്ചിട്ടാണ് ഇതൊരു ഇത് ബ്ലോ ചെയ്യുന്നത്. ശംഖ്. We do decorate ourselves through this one. It benefits from okay. Why you select this red color? Why not green? Why not yellow? Any this red because we prevent this one is That is meant to be a horn. right. Okay. And then ഇതാണ് ഇവരുടെ ഹട്ട്. ഇവരൊരു കമ്മ്യൂണിറ്റി, മറ്റൊരു ട്രൈബൽ വിഭാഗത്തിനെ ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ല. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഇത്രയും ഹട്ടിലുള്ളവരാണ് ഇവിടെ, ഈ ട്രൈബൽസാണ് ഇവിടെ താമസിക്കുക. ചെളിയും ചാണകവും വെച്ചിട്ടൊക്കെയാണ് ഇത് ഇവിടെ വീട് തേച്ച് പിടിപ്പിച്ചേക്കുന്നത്. കൊച്ചുകുട്ടികൾ 16ഓളം വീടുകളാണ് ഇതിനകത്തുള്ളത്. ഇവിടെ വെച്ച് വരുന്നു. ഹായ്. വീഡിയോ വീഡിയോ പിന്നെ അത് വേറെ ഇൻഫർമേഷൻ ഉണ്ട്. ഇത് സിംഹത്തിൻ്റെ രോമം വച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ തലപ്പാവ് സിംഹത്തിൻ്റെ തോലും രോമങ്ങളും ഒക്കെയാണ് കാണുന്നത്. പണ്ട് വേറൊരു രീതി ഇങ്ങനെയാണ്, സിംഹത്തിനെ കൊന്ന് അതിൻ്റെ തലമായിട്ട് വന്നാലേ ഇവർക്ക് കല്യാണം കഴിക്കാൻ പെണ്ണിനെ കിട്ടുമായിരുന്നുള്ളൂ. അതിൽ നിന്നും ഇപ്പോൾ അത് മാറി. അപ്പോൾ പക്ഷേ എന്നാലും ഈ ആചാരം ഇതാണ്. സിംഹത്തിൻ്റെ രോമം ആണ് ഈ കാണുന്നത്. thank you. Okay, thank you. You want to hold the line? Please come. ഇവിടെ കണ്ടപ്പോൾ ഓടി മാറുന്നു കുട്ടികൾ. ഹായ് ഹായ് ഹായ്. Oh no 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 no. Oh. What's your name? Good name? Eh? Talicha. Yeah? Sian. Diana. Siami. Lilian. Nashipai. Lawasa. Leza. Eh? Leza. This is, I think we have already done this, so I want to again brief the dances. I told you that before. We are going to get 3 type of dance. So that first one is the part of welcoming dance. So that one you'll see we are going around. That is in terms of welcoming dance. We do that every morning and every evening when the cow go grass for them, go safely and come back safely. That's why we bless you for you to stay safe and go back safely where we come from. Okay? Secondly, is the part of competition. You see jumping. I told you that before. In the village, we have the 2 clans for us to get a marriage. So because the dowry is too higher, the elders of the community say, let us make every end of the year happy occasion in terms of competition. So we do compete every end of the year for us to get our ladies without pay any dowry.
Okay, so we compare when someone win jumping in the left clan, they marry from the right clan. Oh. That's why we divide the village into two. We have the two clans in the village. So we see as we try to jump because we have a competition ahead every end of the year. Because we don't have more cows for us to pay the dowry, because they need more cows, like 10 cows and 40,000 Kenya money. That's why it is very difficult. So we have a competition. And also we get together because of sharing everything. That's why we live in a small area like this. Which is your house in this? Oh, my house, this one. Okay. Yeah, it's the chief house. Yeah. Okay. Yeah. അപ്പോൾ അവർ പറഞ്ഞ വേറൊരു കാര്യം, ഇവർക്ക് കല്യാണം കഴിക്കുന്ന പണ്ട് ഇവരുടെ പണ്ടെന്നല്ല ഇപ്പോൾ പൈസ ഉള്ളവർക്ക് ആണ്, അതായത് പെണ്ണിനാണ് ഇവർ ഡെലിവറി കൊടുക്കുന്നത്, ആണിനല്ല. അപ്പോൾ കൂടുതൽ പശുക്കളുള്ളവർക്കാണ് കല്യാണം കഴിക്കാൻ യോഗ്യത. അപ്പോൾ അങ്ങനെ ആയപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റാത്തവർക്ക്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വരാൻ പറ്റാത്തവർക്ക് അവർക്കും കല്യാണം കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു കോമ്പറ്റീഷൻ വെക്കും. കൂടുതൽ ചാടുന്നവർക്ക്, പണ്ട് രാമായണത്തിലെ അമ്പും വില്ലും ഒടിക്കുന്ന കഥ പറഞ്ഞ പോലെ, അപ്പോൾ അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഒരു കോമ്പറ്റീഷൻ വെച്ച് അതിൽ വിൻ ചെയ്യുന്നവർക്ക് പെണ്ണിനെ കിട്ടുന്ന രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെച്ച് അതിൽ നിന്നാണ് അവരുടെ വിവാഹം നടക്കുന്നത്. Okay. They go to their grandparents to learn more about culture. Okay. So they start learning culture when about 10 years, because they know how to do, or they know how to understand a part of teaching from their grandparents. So boys go to their grandfathers and girls go to their grandmothers. Yeah. But next question. Yeah. They will be here and extended the nuclear family inside. We have both extended the nuclear family in the village. In the village. In the village. And all wives stay in the same house? If you have three wives. Each house have the owner. So all ladies construct one house and move to construct the next one, because they share everything together. So it doesn't take a long period of making the houses. Okay. It takes a short period. Yeah. That's why all ladies live in the same houses. Yeah. ഒരാൾക്ക് കഴിവിനനുസരിച്ച് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാം. അപ്പോൾ അവരെയും ഇവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ചെറിയൊരു വാതിലാണുള്ളത്. തല സൂക്ഷിക്കണേ. പേശിമേ വാ. നല്ല ഹൈറ്റ് കുറഞ്ഞ, നല്ലോണം കുഞ്ഞിയാണേ. Yeah. For a short brief. Okay. Kanan solrar. You want to sit? No, I'm good. Okay, then go that side. Please. ഉറങ്ങുന്നുണ്ട്. One more if you can sit there. How's it? Very nice. Fine. This is enough. But we have big houses. Yes. I got it. Big houses. Oh, very big. Yes. So this is the fireplace. Kitchen. So every day you make one fire there, Outside. burn one wood and keep it here. Yeah. All right. Okay, I want to brief shortly inside of the house. In our house, we divide the house into several places. This is a pillar. It's a pillar, the strong pillar. This one is come from olive tree. Olive tree, okay. You know the olive is a very strong tree in the forest. So this one, it helps the house so that the house cannot fall down. See, in the middle of the house. And also protect the young kids, baby kids who play around the fire. So it will protect. Okay. That's why you put in the middle, the fire. It will protect. So when it try to fall down, it will protect. Sure? And also divide the house into several places. We have sitting place where you are. We have the kitchen area here. We have small bed for Papa and Mama. We have this one for kids. Okay. Under 10 years.
Okay. Because above 10 years, I told you that before. So below 10 years is sleep with their parent. Okay? And also we have the guest room there beside of you. ഗസ്റ്റ് റൂം. Yeah, guest room. Yeah. And also we have the small place for utensils, you see. But it is good for trachoma, for the eyes. And also it is good for mosquito. As the Maasai, we are not using any net for us to prevent mosquito. We use this. This is smoke because we lay many different type of firewood. ഓക്കെ. Fire, so that it is a natural medicine smoke. So when as we lay night time, no mosquito come inside of the house. Okay. Because that one is a cure medicine for the mosquito. Okay. So this is how us we live inside of the house. Okay. Yeah. Okay. Nice. It's amazing. Ask more question. No. And the other one they live that you know they know how to share. All right. Yeah. They live together in harmony. Yeah. They live in harmony. നന്നായി അത് കേട്ടപ്പോ നമ്മുടെ ഷിജുവിന് അങ്ങനെയുള്ള ഹാർമണി കിട്ടിയിരുന്നെങ്കിൽ എന്ന മനോഗത പറഞ്ഞുപോയി. ഷിജുവിന്റെ ഭാര്യ ഇത് കാണുമ്പോ ഒരു ചെറിയ കുട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. So now the place we are heading to, we are going to see where the ladies ചൂടുണ്ട്. ഈ ചൂട് സഹിച്ചിട്ട് തന്നെയാണ് ഇവര് and when we go there. ചെറുപ്പത്തിലെ തന്നെ അവരതിനോട് പൊരുത്തപ്പെട്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്കിതിനകത്ത് കയറിയിട്ട് വളരെ അധികം ചൂട് അനുഭവപ്പെടുന്നുണ്ട്. രാത്രി ഇവിടുത്തെ ശൈത്യം നല്ലതാണ്, അതിന് നല്ലതാണ്. ഇനി അവർ തീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അവരുപയോഗിക്കുന്ന ഇരുമ്പ് കത്തിയിൽ ഒരു മരക്കാമ്പ് വെച്ചിട്ട് ശക്തിയായി കടഞ്ഞുകൊണ്ട് അതിൻ്റെ കർഷണം കൊണ്ട് തീപ്പൊരി ഉണ്ടാക്കി പിന്നീട് ഉണങ്ങിയ പുല്ലും ചാണകവും മരക്കഷ്ണങ്ങളും ഒക്കെ ഇട്ട് തീ പടർത്തിയാണ് അവർ തീ ഉണ്ടാക്കുന്നത്. അവർ തീപ്പെട്ടിയൊന്നും വീട്ടിൽ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്കത് കാണാം. ഒരാണുങ്ങൾ തീ ഉണ്ടാക്കും, സ്ത്രീകൾ പിന്നീട് അത് കൊണ്ടുപോയി അടുക്കളയിലേക്ക് പകർന്ന് ആ തീ കൊണ്ട് അവർ പാചകം ചെയ്യും. അങ്ങനെയാണ് അവരുടെ രീതി. നമുക്ക് കാണാം. See the little spot? Very strong man. Two different kinds of wood. ഒന്ന് തിരിക്കാനും ഒന്ന് തിരിയുടെ ബേസും മെറ്റൽ ബേസിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ചൂടും കൂടെ കൂട്ടിയുമ്പോഴത്തേക്കും ഇതാ ഇപ്പോൾ ആദ്യം പുക പിടിച്ച സാധനം അപ്പോൾ ആദ്യ മനുഷ്യൻ എങ്ങനെയാണ് തീ ഉണ്ടാക്കിയത് എന്ന് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് അവരൊന്നും ഉപയോഗിച്ചില്ല. തീപ്പൊട്ടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു മെറ്റൽ ബേസ് ആനപ്പിണ്ടം, അതിന് ഉണങ്ങിയ ആനപ്പിണ്ടത്തിലേക്ക് കത്തിപിടിച്ച് പുകയായി വരുന്നു. ശരിക്കും ഒരു ആദ്യ മനുഷ്യൻ്റെ തീ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. Too much smoke. That it seems. തീയുണ്ടായി. അങ്ങനെ തീയുണ്ടായി. ഇപ്പോൾ വലിയ കാറ്റടിക്കുന്നതുകൊണ്ടാണ് അത് തീയായിട്ട് നമുക്ക് ഫ്ലെയിമായിട്ട് നമുക്ക് കാണാത്തത്. അല്ലെങ്കിൽ നമുക്ക് നല്ല ഫ്ലെയിം കാണാൻ പറ്റുമായിരുന്നു. We add more dry woods and each lady came and pick one and go inside of the house. Where do you make this common fire? Where do you make? The dry firewood you'll see. No. The biggest, yeah. Where this way? Common first, this fire, where do you make? The first one, every day morning. We do every morning. Where? Yeah. Like No. No, Here. that place. here in the middle of the village. Okay. In the middle of the village. So only men make this one, and all they put the dry woods, and each lady came and pick one and go inside of the kitchen. house. Yeah, we have the kitchen side inside of the house. All right. Actually, you are not using matchbox other No. devices. This is natural wood, but we are using it to make fire. Okay. We are not using any fire gas
much more. നമ്മൾ വിചാരിച്ചത് നമ്മളെ കാണിക്കാൻ വേണ്ടി ഡെമോ കാണിച്ചാന്ന് വിചാരിച്ച. We come from? I'm coming from India. You know, Ernakulam. I heard about Kochi. 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 Kochi Is a city. city. Okay. And this place. I'm come from Kenya. Kenya is my country. Okay. And I live in Narok district. Oh. And my capital city is Nairobi. You know Okay. Nairobi? Oh. It's the capital city. But we live in an area called Masai Mara. ഇവർ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അവിടെ കിച്ചണിലൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ റൂമിലെ ചൂട് അസഹനീയമായിരുന്നു. പക്ഷെ ഇവർ പറയുന്നത് ആ ചൂടിലാണ് ഇവരുടെ ആരോഗ്യം നിലനിർത്തുന്നതെന്നാണ്. കണ്ണിലേക്ക് ആ പുകയും ചൂടും ഒക്കെ എത്തുമ്പോഴത്തെ കണ്ണ് നല്ല കൂടുതൽ ഷാർപ്പാവുകയും കാഴ്ചശക്തി കൂടുതൽ കിട്ടുകയും ചെയ്യുന്ന അവർ പറയുന്നത്. ഇവരാരും തന്നെ കണ്ണട ഉപയോഗിക്കാറില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെക്കാൾ അതുകൊണ്ട് തന്നെ വിഷനും കാഴ്ചശക്തിയും കൂടുതലായിരിക്കും. ഇത് ഇവരുടെ ഒരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ ഇവർ വിൽക്കാൻ വച്ചിരിക്കുന്ന കരകൗശല ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധ സാധനങ്ങളും ഒക്കെയാണ്. ഇവർ കമ്മ്യൂണിറ്റി മൊത്തമായിട്ട് വിൽക്കുന്ന സാധനങ്ങളായതുകൊണ്ട് ഓരോന്നിനും പ്രൈസ് പറയുന്നില്ലെന്നാണ് പറയുന്നത്. മൊത്തമായിട്ട് സാധനം എടുത്തതിന് ശേഷം അവരുടെ മൊത്തമായിട്ടുള്ള പ്രൈസും പറയും. അപ്പോൾ എന്നിട്ട് അത് അവർ വിധിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇവർ വിൽക്കാൻ വച്ചിരിക്കുന്ന ഈ സാധനങ്ങളിൽ ഒറ്റയ്ക്കുള്ള ഇൻഡിവിജ്വൽ പ്രൈസ് ഇവർ പറയുന്നില്ല. What's the use of this stick? This is What's the purpose of this stick? This one is It's only a it comes from olive. olive. Okay. This is we call the club. Oh, It is good for you to protect yourself with it. oh. For self-defense. Only men's. Self-defense. Okay. Yeah, you can put like this. Oh. This in terms of weapon. It's a weapon that will protect yourself with it. Yeah. If any animals came to attack, how to Yeah, we prevent? protect. Yeah, you can shoot with them Ah. so that you know how to Okay. Okay. protect yourself and also your cattle. അമ്മച്ചി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഈ അമ്മച്ചി വലിയ കാതല് കമ്മല കിട്ടുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ മാർക്കറ്റ്. Soba. Suba. Ya wana soba ni. Suba. Soba. Suba. Ala ya la do soba. Soba. Suba. Suba. Ya wana soba ni. Say good name. Me? Isaiah. Isaiah. Yeah. Is your sister? Yes. Name? Diana. Diana. Okay. Humbahu, 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 humbahu. അപ്പോൾ അങ്ങനെ നമ്മൾ മസൈമറയിലെ ഈ ട്രൈബൽ വില്ലേജിൽ നിന്ന് വിട പറയുകയാണ്. എന്തായാലും അവരുടെ ജീവിതം കൂടി നമുക്ക് അടുത്തറിയാനും അവരുടെ ജീവിത രീതികൾ അറിയാനും കഴിഞ്ഞു. വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കണം. ഞാൻ 2019 ഇതുപോലെ ഇവിടെ വരികയുണ്ടായി. അന്ന് ഇതുപോലെ തന്നെ ജീവിതത്തിൽ യാതൊരു മാറ്റങ്ങളും ജീവിത സാഹചര്യങ്ങളിൽ യാതൊരു മാറ്റവും ഇവർക്ക് വന്നിട്ടില്ല. അതേപോലെ തന്നെ ഹട്ടുകളും അതുപോലെ തന്നെയുള്ള ജീവിതവും എല്ലാമാണ് ഇവർക്കുള്ളത്. ജീവിത സാഹചര്യങ്ങളൊന്നും മാറിയിട്ടില്ല. പക്ഷേ നമുക്ക് അവരെ അടുത്തറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മാരായി വില്ലേജ് ട്രൈബൽ വിസിറ്റ് കൊണ്ട്
നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സീ യു അഗൈൻ. Thank you. ഓക്കെ. Ashole. Ashole. That's mean thank you. ഓക്കെ ഓക്കെ. അശോൽ. വെൽക്കം. അശോൽ. ഓക്കെ. Asholi. Ole, Asholi. Sure. Okay. Bye. പതുക്കെ എടുക്ക്.